അപ്പോൾ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് അരി വേണം. പച്ചരിയാണ് വേണ്ടത്. റേഷൻ അരി ആയാലും മതി. അതല്ലാതെ നമുക്ക് പുഴുങ്ങലരി വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. പുഴുങ്ങലരി ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനടി ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പരിപ്പാണ് ചേർക്കേണ്ടത്. സാമ്പാർ പരിപ്പ്, അതായത് തുവരം പരിപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയ ശേഷം ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെള്ളം മുഴുവൻ വാർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയാലും മതി. ഇതിനൊരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഉള്ള വെള്ളം മുഴുവനും ഡ്രൈ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളം മുഴുവനും ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. അടിഭാഗത്ത് മാത്രം കുറച്ചൊരു നനവ് കാണാം. മുകൾ ഭാഗത്ത് മുഴുവനും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വാർക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം വാർത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചെറിയ അളവിലായതുകൊണ്ട് ഞാൻ ചെറിയ മിക്സിയുടെ ജാറാണ് ഉപയോഗിക്കുന്നത്. വലിയ മിക്സിയുടെ ജാറായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം. ഇത് രണ്ടും മസ്റ്റായിട്ട് ചേർക്കണം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കണം. ഒരുപാട് ഒറ്റയടിക്കിട്ട് കറക്കരുത്. കുറച്ച് നിർത്തി വേണം ഇതുപോലെ പൊടിച്ചെടുക്കാനായിട്ട്. ഇതുപോലെ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. റവയുടെയൊക്കെ ഒരു പരുവല്ലേ, ഈ രീതിയിലാക്കിയെടുത്താൽ മതി. പുഴുങ്ങലരി വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെങ്കിൽ പുഴുങ്ങലരി ആദ്യം തന്നെ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം വെള്ളം മുഴുവനും വാർത്തതിന് ശേഷം ഈ രീതിയിൽ തന്നെ ആക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ റെസിപ്പി നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതലും ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണ ചൂടാൻ ശേഷം ആവശ്യത്തിനുള്ള കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇതിൻ്റെ കൂടെ 2 വറ്റൽമുളകും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ കുരുമുളക് ചേർത്ത കാരണം തന്നെ വറ്റൽമുളക് ഇത്രയും ചേർത്താൽ മതി. പിന്നെ പച്ചമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുരുമുളക് നമ്മൾ മസ്റ്റായിട്ട് ചേർക്കണം. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. കുരുമുളക് വേണമെങ്കിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷേ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഉള്ളി അത്യാവശ്യം വഴണ്ടതിന് ശേഷം ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. 3 വലിയ ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. കൂടുതൽ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. തേങ്ങ ചേർത്ത് 1-2 സെക്കൻഡ് നേരത്തേക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. കുറേ സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരിക്കുന്നത്. അത് കാരണം 3 ഗ്ലാസ് വെള്ളം വേണം ചേർക്കാനായിട്ട്. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ വെള്ളം ചേർക്കുക. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാവുന്നതാണ്. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയുടെ കൂട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. വെള്ളം മുഴുവനും വറ്റുന്നത് വരെ നമ്മളിത് ഇങ്ങനെ തന്നെ വെച്ചേക്കണം. ഇപ്പോൾ അത്യാവശ്യം വെള്ളം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. ഇത് മുഴുവനും മാറി നല്ല ഡ്രൈ ആയി കിട്ടണം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മാക്സിമം ഒരു 10 മിനിറ്റ് മതി നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ കട്ട പോലെ ഇരിക്കും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ, തണുപ്പിച്ച് കഴിച്ചാലും നല്ലത് തന്നെയാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്